ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സദ്യ ഏത് തന്നെ ആയിക്കോട്ടെ, സദ്യയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണല്ലോ രസം. ഇപ്പോൾ ഇതാ ഓണമൊക്കെ വരികയാണ്. അപ്പോൾ ഓണത്തിന് കൂട്ടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു രസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഞാനിവിടെ വന്നിരിക്കുന്നത്. നല്ലൊരു ഒഴിച്ചുകറിയാണ് നമ്മുടെ ഈ രസം. ഞാനിവിടെ പരിപ്പ് രസമാണ് തയ്യാറാക്കിയിരിക്കുന്നത്. എങ്ങനെയാണ് ഈ പരിപ്പ് രസം തയ്യാറാക്കുന്നതെന്ന് നോക്കാം. വളരെ ടേസ്റ്റിയാണ്, അതുപോലെ തന്നെ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒന്നാണ് രസം. രസം തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 50 ഗ്രാം പരിപ്പാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. നമ്മൾ പരിപ്പ് രസമാണല്ലോ തയ്യാറാക്കുന്നത്, അപ്പോൾ അതിൽ മെയിൻ ഇൻഗ്രീഡിയൻസ് പരിപ്പ് തന്നെയാണ്. ഒരു 50 ഗ്രാം പരിപ്പ് നന്നായിട്ട് കഴുകിയിട്ട് എടുത്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് ഇനി ആവശ്യത്തിനുള്ള വെള്ളവും ഒഴിച്ചിട്ട് പരിപ്പ് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഇപ്പം ഞാനവിടെ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ 1.5 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് നമുക്ക് പരിപ്പൊന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു തക്കാളിയാണ്, ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള വാളൻ പുളിയാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ചെറിയൊരു കഷ്ണം കായം, ഒരു 4 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. കായം നമുക്ക് ഒന്ന് ചതച്ചിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാനിതിൽ കായപ്പൊടിക്ക് പകരം കായത്തിൻ്റെ കഷ്ണമാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. അത് ചേർക്കുമ്പോൾ കുറച്ചുകൂടെ രുചി കൂടുന്നതാണ്. ഇനി നമുക്ക് ഈ പുളി ഒന്ന് നന്നായിട്ടൊന്ന് കുതിർത്തിയെടുക്കണം. പുളി ഞാനിതാ ഒരു ചെറു ചൂടുവെള്ളത്തിൽ കുതിർത്താൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ പരിപ്പൊക്കെ ഇവിടെ നന്നായിട്ട് വെന്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. പരിപ്പ് ആദ്യം തന്നെ വേവിച്ച് വെച്ചാൽ പിന്നെ നമുക്ക് രസം പെട്ടെന്ന് തയ്യാറാക്കാവുന്നതാണ്. ഇപ്പോൾ പുളി വെള്ളം ഞാനിവിടെ ഒരു കടായിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് തക്കാളി ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം. എനിക്കിപ്പോൾ ഇവിടെ ഒരു തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ എത്രത്തോളം രസം തയ്യാറാക്കുന്നതനുസരിച്ചിട്ട് തക്കാളിയുടെ അളവൊക്കെ കൂട്ടിക്കൊടുക്കാം. ഞാനിവിടെ കുറച്ച് രസമേ തയ്യാറാക്കുന്നുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ കായത്തിൻ്റെ ചെറിയ കഷ്ണമായിരുന്നു, ഒന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചിട്ട് ഞാൻ അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 4 വെളുത്തുള്ളിയുടെ അല്ലി എടുത്തിട്ടുണ്ടായിരുന്നു, അതൊന്ന് ചതച്ചിട്ടാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പരിപ്പിൽ ഉപ്പിട്ടിട്ട് വേവിച്ചതാണ്, അതുകൊണ്ട് ഉപ്പൊക്കെ നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് പൊടിയാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ചേർത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് രസത്തിൻ്റെ പൊടിയാണ്. ഞാനിപ്പോൾ അവിടെ 2 ടേബിൾ സ്പൂൺ രസപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. രസപ്പൊടിക്ക് പകരം നമുക്ക് രസത്തിൻ്റെ തന്നെ കൂട്ടുണ്ടാവും, അത് ചതച്ചിട്ട് ഇട്ട് കൊടുത്താലും മതിയാവും. ഞാനിപ്പം രസപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. രസപ്പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് രസം ഉണ്ടാക്കാം. മറ്റുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചതച്ചെടുക്കുന്ന നേരം ഉണ്ടെങ്കിൽ നമുക്ക് ഈ രസപ്പൊടി ചേർത്ത് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മുടെ പരിപ്പാണ്. പരിപ്പ് നമ്മൾ ആദ്യം തന്നെ വേവിച്ച് വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ നമുക്കത് പെട്ടെന്ന് തന്നെ ചേർത്ത് കൊടുത്ത് രസം തയ്യാറാക്കാവുന്നതാണ്. പരിപ്പ് ഇട്ട് കൊടുക്കുമ്പം നമ്മളത് തിളപ്പിച്ച വെള്ളത്തോട് കൂടി തന്നെ ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ പരിപ്പും അതുപോലെ തന്നെ നമ്മുടെ രസത്തിൻ്റെ കൂട്ടും എല്ലാം ചേർന്ന് നന്നായിട്ടൊന്ന് തിളച്ചിട്ട് വരട്ടെ. ആ സമയത്ത് നമുക്ക് ഇതിലേക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഞാനിപ്പോൾ ഇവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് അധിക നേരമൊന്നും തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇനി കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് മല്ലിയിലയാണ്. മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാവുന്നതാണ്. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു രസമാണ് കേട്ടോ ഇത്. കാരണം നമുക്ക് പരിപ്പൊന്നും ആദ്യം തന്നെ വേവിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ രസം പെട്ടെന്ന് തയ്യാറാക്കാം. കൂടാതെ തന്നെ നല്ലൊരു ഒഴിച്ചുകറിയാണ് കേട്ടോ ഇത്. ഇതിപ്പോൾ സാധാരണ നമ്മൾ തയ്യാറാക്കുന്ന രസം പോലെയല്ല, പകരം നമ്മൾ പരിപ്പൊക്കെ ചേർത്ത് കൊടുക്കുന്നതിനെ കൊണ്ട് തന്നെ കുറച്ചൊരു കട്ടി ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നമുക്ക് ചോറിന് മറ്റു കറികളൊന്നും ഇല്ലെങ്കിൽ കൂടിയും ഇതുപോലൊരു ഒഴിച്ചുകറി ഉണ്ടെങ്കിൽ നമുക്ക് ചോറ് കഴിക്കാവുന്നതാണ്. പരിപ്പ് രസം ഇതുപോലെ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഒരു തവണയെങ്കിലും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കാം. ഇനി നമുക്കിതിലേക്ക് ജസ്റ്റ് ഒന്ന് വറവൊന്ന് താളിച്ചിടാം. വറവ് താളിച്ചിടുന്നതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ചീഞ്ചട്ടിയിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് വറവ് താളിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1/2 ടീസ്പൂൺ കടുകാണ് കേട്ടോ ഇട്ട് കൊടുത്തിരിക്കുന്നത്. കടുക് നന്നായിട്ടൊന്ന് പൊട്ടിയിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ഒരു 3 വറ്റൽമുളകാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത്. വറ്റൽമുളക് നന്നായിട്ടൊന്ന് മൂത്തിട്ട് വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ കറിവേപ്പില ഇവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയ ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യണം. എന്നിട്ട് നമുക്ക് ഈ വറവ് നമ്മുടെ റെഡിയാക്കി വെച്ചിരിക്കുന്ന രസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം.
വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു.